അപ്പം ഈ ഒരു ഐഡിയ, ഈ രീതിയിൽ കുരുമുളക് കൃഷി ചെയ്യണമെന്നൊരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയേ? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, അനിയന് അവനെപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളാണ്. അവൻ വിയറ്റ്നാം സന്ദർശിച്ചു, വിയറ്റ്നാമിൽ പോയി ഫാം കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രീതിയിൽ കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ നടപ്പാക്കാമെന്ന് പുള്ളിയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. അപ്പം എല്ലാവർക്കും ഒരു സംശയമാണ്, സാധാരണ PVC പൈപ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറൊക്കെ ഇട്ട് കെട്ടി എപ്പോഴും അതിനെ ഫിക്സ് ചെയ്ത് നിർത്തണം. എന്നാൽ ഇതുണ്ട്, ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ട്. അതിൽ ഇത് പിടിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഞാൻ ഇളക്കി ഇതിനെ നശിപ്പിക്കുമല്ല, ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇത് ഒരു കാരണവശാലും ഇത് പറഞ്ഞു വരുന്നില്ല. കണ്ടോ, അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ, ഇത് നല്ല ഫിക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നല്ല സക്സസ് ആയിട്ട് നമുക്ക് കൊടി വളർത്താനായിട്ട് പറ്റും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ ക്വാളിറ്റി ഷെയ്ഡ് നെറ്റും വീഡ് കൺട്രോൾ മാറ്റും ഗ്ലോറി ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ട് എറണാകുളത്തിൽ നിന്നാണ് ഇവർ വാങ്ങിയിട്ടുള്ളത്. ഇത് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കും നേരിട്ട് വാങ്ങാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കര ഇടത്തറ എന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മളിവിടെ ജിനു പൊയ്കയിൽ എന്ന് പറയുന്ന ഒരു വലിയ കർഷകനുണ്ട്. കർഷകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഇവിടെ ഇല്ല, എപ്പോഴും ട്രാവലിങ്ങിലാണ്. കുറേ രാജ്യങ്ങളും കുറേ സ്ഥലങ്ങളും എല്ലാം സന്ദർശിച്ച് കൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ രീതിയിലെല്ലാം ഇവിടെ പുള്ളിയുടെ നാട്ടിൽ വീടിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ ഫാം റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദണ്ടിത് കണ്ടോ, കുരുമുളക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി, ഈ നൂതന രീതിയിൽ കുരുമുളക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PVC പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 180 എണ്ണമോളം ഇവിടെ ഉണ്ട്. ഇപ്പം മെയ് മാസത്തിലാണ് ഇനി കൃഷി തുടങ്ങാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ വീടിനോട് ചേർന്നും ഒരു 200ഓളം അടുപ്പിച്ച് ഇതുപോലെ PVC പൈപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു വർഷത്തിന് മുമ്പേ ചെയ്തതാണ്. അതിൽ റിസൾട്ട് ഉണ്ട്, അതിൽ കുരുമുളക് സഹിതം ഇപ്പോൾ ഉണ്ട്. ഇത് പുതിയതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ പുതിയതായിട്ട് PVC പൈപ്പിൽ കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് സക്സസ് ആകുമോ എന്നറിയുന്ന എല്ലാവർക്കും അതൊക്കെ അറിയാനൊരു ആകാംക്ഷ കാണും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൂടാതെ കണ്ടോ, ആ സൈഡിൽ കാണുന്നത് മൊത്തം ഇവരുടെ ഫാമാണ്. അബിയു ആണ് ഇവിടുത്തെ മെയിൻ. അബിയു ഇപ്പം കേരളത്തിൽ അബിയു അധികം അങ്ങോട്ട് സജീവമായിട്ടില്ല, എന്നാൽ നല്ല മാർക്കറ്റുള്ള ഒരു ഫ്രൂട്ടാണ് അബിയു. ഇപ്പോൾ 1.5 കൊല്ലമേ ആയിട്ടുള്ളൂ അവിടെ ഈ ഫാം തുടങ്ങിയിട്ട്, ഈ ഫ്രൂട്ട് പ്ലാന്റ്സുകളെല്ലാം വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ കയറി കാണുക. അപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക്, ഫ്രൂട്ട് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൃഷി ചെയ്യാനായിട്ട് പറ്റും. അവിടെ അബിയു മാത്രമല്ല, പല തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. പ്ലാവാണെങ്കിലും കമുകാണെങ്കിലും നാരകമാണെന്നെങ്കിലും മാവ്, അതുപോലെ ഒരുപാട് പ്ലാന്റ്സുകളും അതും കായ്ച്ചു നിൽക്കുന്നതും എല്ലാം അവിടെയുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മളുടെ നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കയറി കണ്ടാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളെല്ലാം ജിനു ചേട്ടൻ്റെ ചേട്ടൻ അനുചേട്ടനുണ്ട് ഇവിടെ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവിടുത്തെ 2 മക്കളുണ്ട്. ഇവരും ഈ കൃഷിയിലെല്ലാം വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ PVC പൈപ്പിൽ കുരുമുളക് പടത്തുമ്പോഴത്തേന് നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതിൽ നമ്മൾ എങ്ങനെ പറിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ കുറച്ച് അധികം ഉയരത്തിലുണ്ട്. ഇതിപ്പോൾ എത്ര അടിയുണ്ട് ചേട്ടാ ഇതിന്? ഇത് ആക്ച്വലി 10 അടി പൈപ്പാണ്. അത് 3 അടിയോളം നമ്മൾ മണ്ണിനടി കുഴിച്ചിട്ടിട്ടുണ്ട്. കുഴിച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ക്രോസ് കമ്പി കൊടുത്ത് കോൺക്രീറ്റ് ഇട്ട് ബലപ്പെടുത്തി പൈപ്പ് നാട്ടി, അത് കഴിഞ്ഞ് വീണ്ടും ഈ പൈപ്പിനകത്താണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ മേളത്തെ ഫാമിലാണെങ്കിൽ പൈപ്പ് കോൺക്രീറ്റ് ചെയ്തില്ല. ഈ പൈപ്പിനെന്ന് വെച്ചാൽ ഫുൾ കോൺക്രീറ്റ് ഇറക്കുകയാണ്. ഇതിനകത്ത് നെറ്റ് കട്ട് ചെയ്ത് ഇറക്കിയിട്ട് കോൺക്രീറ്റ് ഇറക്കി ബലപ്പെടുത്തിയിട്ട് ഇതിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഏണി ചാരി കയറി പറിക്കാൻ നോക്കും. അതാണ്. മുകളിൽ നമ്മൾ വീട്ടിൽ ചെയ്തിരിക്കുന്നതിൽ കോൺക്രീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ചെയ്തില്ല. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, അത് നമുക്ക് കുരുമുളക് പറിക്കണമെങ്കിൽ മറ്റേ ക്രോസ് ഏണി വേണം. ഇതേ സമയം നമ്മൾ ഒറ്റക്കാല് ഏണി ചാരി വെച്ച് നമുക്ക് പറിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും അതിന് ബലക്ഷയമോ അങ്ങനെ എല്ലാം വരുവാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് പിന്നീടാണേലും കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് പരീക്ഷിച്ച് നോക്കുക, അതല്ലേ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് കോൺക്രീറ്റ് ഇറങ്ങിയിട്ടില്ല എങ്കിലും നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ തട്ടുമ്പോ ഇങ്ങനെ പൊള്ള സൗണ്ട് കേൾക്കും. അങ്ങനെ അപ്പൊ അതിനു വേണ്ടിയായി മാറ്റിയിട്ടിരിക്കുന്നത്. കോൺക്രീറ്റ് ഫില്ലാഞ്ഞ് ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റി കപ്ലിംഗ് ഇട്ട് വീണ്ടും ഫില്ല് ചെയ്താ. ഇതിപ്പോ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഈ പൈപ്പ്. തട്ടി നോക്കി, ഇത് കോൺക്രീറ്റ് ചെയ്ത പൈപ്പ് അല്ല, പൊള്ളയാ. അതേസമയം കോൺക്രീറ്റ് ചെയ്ത പൈപ്പാണ്. നല്ല മരത്തെ തട്ടുന്ന. അപ്പൊ ഇനി ഈ നെറ്റിനെ പറ്റി പറയാമോ? ഈ നെറ്റ് ആക്ച്വലി നമ്മൾ എറണാകുളത്ത് ഒരു കമ്പനിയിൽ നിന്ന് എടുത്താണ്. അവർ 15 വർഷമാണ് ഈ നെറ്റിന് ഗ്യാരണ്ടി തരുന്നത്. സാധാരണ PVC പൈപ്പേൽ കുരുമുളക് കൃഷി ചെയ്യുന്നവരുണ്ട്. എന്നാലും നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി
ഒരു പരിധി വരെ ഇത് അട്ടക്കാല് പെട്ടെന്ന് പിടിച്ച് കയറി പോകും. ഈ പൈപ്പിലാണെങ്കിൽ പെട്ടെന്ന് അതിനെ വളർന്ന് കയറാനായിട്ട് പറ്റുകയില്ല. പൈപ്പേ കയറും, പക്ഷെങ്കിൽ നമുക്ക് ചൂട് ചിലപ്പോൾ അത് തട്ടിപ്പ് നമ്മൾ കെട്ടി കൊടുക്കേണ്ടി വരും. അപ്പം അതിനുവേണ്ടിയാണ്, ഗ്രിപ്പിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ഐഡിയ, ഈ രീതിയിൽ കുരുമുളക് കൃഷി ചെയ്യണമെന്നൊരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയേ? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, അനിയന് അവൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളാണ്. അവൻ വിയറ്റ്നാം സന്ദർശിച്ചു, വിയറ്റ്നാമിൽ പോയി ഫാം കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രീതിയിൽ കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ നടപ്പാക്കാമെന്ന് പുള്ളിയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. ഇപ്പൊ വിയറ്റ്നാം മോഡലാണെന്നുണ്ടെങ്കിൽ അവർ ഈ കോൺക്രീറ്റ് തൂണ് മാത്രമായിട്ടിട്ട് ചെയ്യുമല്ലോ. അപ്പൊ അത് എന്താ നോക്കാൻ? ആക്ച്വലി നമുക്ക് കോൺക്രീറ്റ് കൂണ് ചെയ്യുന്നത് അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമ്മുടെ നാട്ടിൽ ചെയ്യണമെങ്കിൽ ഒരു കോൺക്രീറ്റ് കൂണ് ഞങ്ങൾ പലയിടത്തും വില ഇപ്പോൾ 4000 രൂപയിൽ മേലാകും. പിന്നെ ഇതുകൊണ്ട് നാട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ലേബർ കോസ്റ്റ്. ഒരു തൂണ് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് വരണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആയി മാറും. അതാണ് ഈ ഒരെണ്ണത്തിന് എത്ര ആയിരിക്കും? ഇത് ഏകദേശം എല്ലാം ഞങ്ങൾ പാർട്സ് സത്യം പറഞ്ഞാൽ ഇത് ഓരോ പാർട്സും ഞങ്ങൾ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ നമ്മൾ വീട്ടിൽ നമ്മൾ സ്വന്തമായ അനിയൻ പണിക്കാരെ വെച്ച് എല്ലാം സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചത്. ഇപ്പം പൈപ്പ് കോട്ടയത്തൊരു കമ്പനി പോയി ഓർഡർ ചെയ്ത് അവിടെ നിന്ന് എടുത്ത് പൈപ്പ് നമുക്ക് ന്യായമായ വിലയ്ക്ക് കിട്ടി. പിന്നെ ഇതുപോലെ ഈ നെറ്റ് പെരുമ്പാവൂരാണെങ്കിലും പിന്നെ ഒരു ഫാക്ടറിയിൽ ഓർഡർ ചെയ്ത് അതും ഈ വീഡ് മാറ്റും എല്ലാം കൂടെ അവിടെ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്തു. അത് കഴിഞ്ഞെല്ലാം നമ്മൾ ഇവിടെ തന്നെ സ്റ്റാഫിനെ വെച്ച് എല്ലാം ചെയ്തെടുത്തപ്പോഴത്തേന് ഏകദേശം ഒരു തൂണിന് എത്ര രൂപ? ഒരു 2000 രൂപ താഴെ. 2000 രൂപ താഴെ. ഇപ്പൊ പൊതുവേ നമ്മുടെ പണ്ടുള്ള ആളുകളെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് കമുകില് അങ്ങനെയുള്ള എന്തെങ്കിലും താങ്ങ് കൊടുത്തിട്ട് ചീമക്കൊന്ന അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു മോഡല് നമ്മൾ സെലക്ട് ചെയ്തതിന്റെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ആക്ച്വലി ഇതാണെങ്കിൽ നമുക്ക് നമ്മൾ കൊടിക്കിടുന്ന വളം എങ്ങും ഇത് വലിച്ചുകൊണ്ട് പോകത്തില്ല. നമ്മളിപ്പം മരത്തേലാണ് ആ മരം അതിൻ്റെ എടുത്തുകൊണ്ട് പോകും. ഒരു കൊടിക്ക് ആയുസ് എന്ന് പറയുന്നത് 20 വർഷമാണ്. അപ്പം കമ്പനിക്കാർ 20 വർഷം ഈ PVC പൈപ്പിനും 20 വർഷം ആയുസ് പറയുന്നുണ്ട്, ഗ്യാരണ്ടി പറയുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾക്ക് ബെനിഫിറ്റ് ഇതിലാണ്. പിന്നെ വളം ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ PVC പൈപ്പ്. ആദ്യം ഒരു ചെലവ് നമ്മൾ വഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ അങ്ങനെ വളം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് പരിപാലിച്ച് മതി. പിന്നെ വളം മറ്റു ചെടികൾ വലിച്ചെടുത്തോണ്ട് പോകത്തില്ല. അതിന് ഇവിടെ വീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനും നമുക്ക് എത്ര രൂപയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര ഗ്യാരണ്ടി അങ്ങനെ പറയുന്നത്? ഇതിനും കമ്പനി 10 വർഷമാണ് ഗ്യാരണ്ടി പറയുന്നത്. ഇതിനെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഇത് കെട്ടി നിൽക്കത്തില്ല. ഇത് കണ്ടില്ല, ഈ മാറ്റിനകത്തുനിന്ന് വെള്ളം സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ, സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റിനെക്കാളും ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും, പെട്ടെന്ന് പോകും. പിന്നെ കള പിടിക്കത്തില്ല. നമുക്ക് കളയെടുത്ത് കണ്ടില്ലേ, മാറ്റ് പൊങ്ങിക്കുന്നിടത്ത് കള കിളുത്തിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കളയെടുത്ത് നമുക്ക് കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതും ലേബർ കോസ്റ്റും നമുക്ക് ഫ്രീ. ഈ ക്വാളിറ്റി ഷെയ്ഡ് നെറ്റും വീഡ് കൺട്രോൾ മാറ്റും ഗ്ലോറി ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ട് എറണാകുളത്തിൽ നിന്നാണ് ഇവർ വാങ്ങിയിട്ടുള്ളത്. ഇത് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കും നേരിട്ട് വാങ്ങാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് പ്രോഡക്റ്റുകൾ വാങ്ങാവുന്നതാണ്. ആദ്യം ഷെയ്ഡ് നെറ്റിനെ കുറിച്ച് പറയാം. HDPE വെർജിൻ അൾട്രാവയലറ്റ് സ്റ്റെബിലൈസ്ഡ് ഷെയ്ഡ് നെറ്റും അതുപോലെ തന്നെ വീഡ് കൺട്രോൾ മാറ്റുമാണ് ഇവരുടെ കയ്യിലുള്ളത്. ഷെയ്ഡ് നെറ്റ് 1/50 മുതൽ 3/50 വരെ ലെങ്തിയിലുള്ള ഷെയ്ഡ് നെറ്റ് ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന അളവിൽ കസ്റ്റമൈസ് ചെയ്തും തരും. 1300 രൂപ മുതൽ 6500 രൂപ വരെയുള്ള നെറ്റുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ഷെയ്ഡ് നെറ്റിന് 5 വർഷം വെതർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി, അതായത് ഇപ്പം വെയിലൊക്കെ കൊണ്ട് പൊടിഞ്ഞു പോകുകയാണെങ്കിൽ അത് മാറ്റി അവർ പുതിയത് തരും. ഇത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റിനാണുള്ളത്. അതുപോലെ തന്നെ 10 വർഷത്തിലധികം ലൈഫും പറയുന്നുണ്ട്. ഇനി വീഡ് കൺട്രോൾ മാറ്റിനെ പറ്റി പറയാം. 2 രൂപ മുതൽ 2 രൂപ 80 പൈസ വരെ സ്ക്വയർ ഫീറ്റിന് വിലയുള്ള വീഡ് കൺട്രോൾ മാറ്റ് ഇവിടെയുണ്ട്. ഹൈ ക്വാളിറ്റി ഐറ്റത്തിന് 5 വർഷം വെതർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും അതുപോലെ 10 വർഷത്തിലധികം ലൈഫും പറയുന്നുണ്ട്. ഇതുകൂടാതെ ഫെൻസിങ് നെറ്റും കിണർ നെറ്റും നൈലോൺ ടാങ്കും പൈനാപ്പിൾ നെറ്റും ഏലം നെറ്റും എല്ലാം ഇവിടെയുണ്ട്. ഗ്ലോറി ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് എറണാകുളം ജില്ലയിൽ കുറച്ചിലക്കോട് കോടനാടാണ്. ഇവരുടെ 2 നമ്പർ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് വിളിച്ചിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങാവുന്നതാണ്. നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് പാഴ്സൽ സർവീസും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരെണ്ണത്തിൽ എത്ര കുരുമുളക് നടാനായിട്ടാണ് ഉദ്ദേശിച്ചത്? നമ്മൾ ഒരു പൈപ്പ് 3 എണ്ണം നടാം. അതിനെന്തെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഏതിനം നടണം? അതെ, ഞങ്ങൾ പിന്നെ ആക്ച്വലി ഒരു ഫാമിൽ പോയി തൈയെല്ലാം കണ്ടുവച്ച് എല്ലാം റെഡിയാക്കി മെയ് മാസത്തോടെ
അത് കിട്ടും. മെയ് അവസാനത്തോടെ ഞങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള പരിപാടി. അപ്പം മെയ് മാസത്തിലാണ് നമ്മൾ കുരുമുളക് കൃഷി തുടങ്ങേണ്ടത്. ജൂണിലെ ആ മഴയോടുകൂടി ഇത് കയറി വരണം, അങ്ങനെയാ കൃഷി തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഒരെണ്ണത്തേലും 3 എണ്ണമാണ് നടുന്നത്. അപ്പം ഏതെങ്കിലും ഇനം നമുക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടോ? പന്നിയൂരിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, പിന്നെ കൈരളിയുണ്ട്, കുമ്പുങ്കലുണ്ട്, തെക്കൻ പെപ്പറും ഉണ്ട്. പിന്നെ നിങ്ങൾ അവിടെ കൊടുക്കുമ്പോൾ വളം എങ്ങനെയായിരുന്നു കൊടുക്കുന്നത്? വളം നമ്മൾ ചാണകം നമ്മൾ പിന്നെ ചാണകം വിട്ട് ചരണ്ടി അടുപ്പിക്കുക. ജൈവാമൃതം എങ്ങനെയാ ജൈവാമൃതം ഉണ്ടാക്കുന്നതെന്ന് പറയാവോ? പറ. ചാണകവും ശർക്കരയും കടലപ്പിണ്ണാക്ക വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് ദിവസം ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടാണെങ്കിൽ ഇളക്കി കൊടുക്കുവോ ഇടയ്ക്കുമല്ലോ? എപ്പോഴാ ഇളക്കി കൊടുക്കുന്നേ? 2 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുക്കും. 2 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുക്കും. പിന്നെ അത് ഒഴിക്കുന്നത് എങ്ങനെയാ? ചെടിക്ക് എങ്ങനെയാ കൊടുക്കുന്നേ? അല്ല, അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുവോ? ഡയലൂട്ട് ചെയ്ത്. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. പിന്നെ നല്ല രീതിയിൽ അത്യാവശ്യം വെയിൽ വേണ്ടുന്ന സ്ഥലമായിരിക്കണം നമ്മൾ കുരുമുളക് കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. കുരുമുളക് കായ്ക്കണമെങ്കിൽ പരാഗണം നടക്കുന്നത് മഴ സമയത്താണ്. മഴ സമയത്താണ് ഏറ്റവും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതും ഒരുപാട് കായകൾ ഉണ്ടാകുന്നതും. എന്നാലും ഇവിടെ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കൂടുതൽ കായ്കൾ ഏത് സമയത്തും കിട്ടാൻ വേണ്ടിയിട്ട്. പറഞ്ഞു വേണ്ട. നമുക്ക് കുരുമുളകിനെ നമ്മളിങ്ങനെ പഠിച്ചപ്പോൾ അനിയന് കിട്ടിയ ഒരു ഇതാണ് മിസ്റ്റ് എന്ന് പറഞ്ഞ വെള്ളം സ്പ്രേ ചെയ്താൽ കുരുമുളകിന് കായ് കൂടുതൽ കിട്ടുമെന്ന്. അങ്ങനെ ഈ തോട്ടത്തിൽ ഞങ്ങൾ മിസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിനുള്ള സജ്ജീകരണത്തിലാണ്. അപ്പം കുരുമുളക് നടുന്നതിന് മുമ്പ് തന്നെ മിസ്റ്റിൻ്റെ ഇത് ഫെസിലിറ്റി ചെയ്തിരിക്കും, റെഡിയാക്കി വെക്കും. ഓക്കെ, നമ്മൾ ഇത്ര നേരം കണ്ടത് ഇനി മെയിലത്തോട്ട് കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് PVC പൈപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ മെയിലാണോ ഇത് തുടങ്ങിയത്? കഴിഞ്ഞ മെയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കുരുമുളക് ഇവിടെ 3 എണ്ണം നട്ടിട്ടുണ്ട് ഒരു PVCയിൽ. അത് ഇത്രയായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 വർഷം ആയിട്ടുണ്ട്. 1 വർഷം ആയപ്പോഴത്തേന് PVC പൈപ്പിൽ ഇത്രയധികം പന്തലിച്ച് നിൽപ്പുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു സംശയമാണ്, സാധാരണ PVC പൈപ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറൊക്കെ ഇട്ട് കെട്ടി എപ്പോഴും അതിനെ ഫിക്സ് ചെയ്ത് നിർത്തണം. എന്നാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ടൈറ്റായിട്ട് തന്നെ അതിൽ ഇത് പിടിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഞാൻ ഇളക്കി ഇതിനെ നശിപ്പിക്കുമല്ല, ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇത് ഒരു കാരണവശാലും ഇത് പറഞ്ഞു വരുന്നില്ല. കണ്ടോ, ഇങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ, ഇത് നല്ല ഫിക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നല്ല സക്സസ് ആയിട്ട് നമുക്ക് കൊടി വളർത്താനായിട്ട് പറ്റും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ബാക്കി ഇവിടുത്തെ എല്ലാം ഒന്ന് കാണാം. അതിനു മുമ്പേ ചോദിച്ചോട്ടെ, ഇപ്പം ഇത് പൊതയിട്ട് കൊടുത്തല്ലേ, ഈ കഴിഞ്ഞ വേനൽ സമയത്ത് നമുക്ക് എങ്ങനെയായിരുന്നു നമ്മൾ ഇതിനെ പരിപാലിച്ചത്? ഭയങ്കര ചൂടല്ലായിരുന്നോ? അതെ, നമ്മൾ വേനലിന് വെള്ളം അടിക്കുവാനും നമ്മൾ എല്ലാ വൈകിട്ടും രാവിലെ വെള്ളം അടിക്കും. സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്താൽ മതി. അതുപോലെ പൊതയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുരുമുളകിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ അതിനെ ചെറുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻ ചെയ്തായിരുന്നോ? ഇല്ല, നമ്മളൊന്നും ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, മാസത്തിൽ 2 പ്രാവശ്യം വടശ്ശേരിക്കാർ കൃഷി ഓഫീസർ വന്ന് സന്ദർശിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ കൃഷി ഓഫീസുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. അനിയൻ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ അഡ്വൈസ്. ഇതുവരെ ഇതിനൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇവിടെ നമ്മൾ കണ്ടതിൽ എല്ലാ താങ്ങയിലും നന്നായിട്ട് ഇത് പിടിച്ചു കയറുന്നുണ്ട്. ഇൻ കേസ് ഇതുപോലെ വല്ലതും കയറാതെ, അതായത് ഇതിൻ്റെ ആ വേരുകൾ വരാതെ വരുവാണെങ്കിൽ മാത്രം ഒന്ന് കെട്ടി കൊടുക്കാറുണ്ട്. കണ്ടോ, ഇത് കയറാത്തത് കൊണ്ടല്ല, നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലേ ഏട്ടാ? അതെ. PVC പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുമ്പം വിജയിക്കുമോ എന്ന് എനിക്കുൾപ്പെടെ സംശയമായിരുന്നു. പക്ഷേ ഈ ഒരു രീതി കണ്ടപ്പോഴത്തേന് അത് വിജയിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ PVC പൈപ്പിലെ പ്രധാന ഘടകം ഇതുപോലെയുള്ള നെറ്റാണ്. ഇതുപോലെ ക്വാളിറ്റിയുള്ള, വാറൻറ്റിയുള്ള, ഗ്യാരൻറ്റി പറയുന്നിടത്തു നിന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ട് വെക്കുവാണെങ്കിൽ, ചിലർ പിന്നെ ചാക്കിനകത്ത് സിമെൻറ്റിനകത്ത് മുക്കിയിട്ട് ചാക്ക് കെട്ടി കൊടുക്കാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടപ്പം ഇത് നല്ല സക്സസ് ആയിട്ട് തോന്നി. അതുകൊണ്ട് അങ്ങ് ബാക്കിൽ കാണുന്നത് ആ വീടിനോട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ കൃഷിത്തോട്ടം മൊത്തം സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയുണ്ട് ചേട്ടാ ഇത്ര ഏരിയയിൽ? ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കുരുമുളക്, PVC കുരുമുളക്, പിന്നെ കാപ്പിയുണ്ട്, അറബിക് കോഫി 200 മൂട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ലിച്ചിയുണ്ട്, പിന്നെന്താ അവക്കാഡോ ഉണ്ട്, ലോഗനുണ്ട്, മാവ് 10-20 തരം വെറൈറ്റി മാവുകളുണ്ട്, വാഴയുണ്ട്. പിന്നെ ഞങ്ങൾ ഇടവേള ചേന ഇപ്പം നട്ടു, ഏകദേശം 75 മൂട് ചേനയോളം നട്ടു. ഇനിയിപ്പോൾ ഇതിനകത്ത് ചീമച്ചേമ്പ് നടും. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ഞങ്ങൾ കപ്പയും ചീമച്ചേമ്പും എല്ലാം നല്ലപോലെ ആദായം എടുത്തതാണ്.
ഇടയ്ക്ക് ഇവിടെ മണിച്ചോളം വെച്ചിട്ടുണ്ട്. മണിച്ചോളം കീടങ്ങളുടെ വെച്ചിട്ടുണ്ട് ആക്രമണം. കീടങ്ങളുടെ ആക്രമണത്തിൽ അതെല്ലാം കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ അഡ്വൈസാണ്. ഓക്കെ. ഇവിടെ കുറ്റിക്കുരുമുളകെല്ലാം ഇങ്ങനെ കായ്ച്ചിട്ട് പറിക്കാറായതും പഴുത്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ടേ. അപ്പം ഈ കുറ്റിക്കുരുമുളക് ഇത് ഇങ്ങനെ ഷെയ്ഡ് ഇല്ലായിരുന്നു ഏട്ടാ വെച്ചിട്ടുണ്ടായിരുന്നു? അതിപ്പോ വെയിലായപ്പം ഭയങ്കര കിട്ടിയതാ. വെയിലായപ്പം ഷെയ്ഡ് കിട്ടിയത്. അല്ലാതെ ഇതല്ല, അല്ലാതെ എല്ലായിടത്തും എല്ലാം ഇറക്കി വെക്കും. അല്ലാതെ ഈ ചൂട് കാരണം മാത്രം ഇങ്ങോട്ട് ഇപ്പം ഒരു 2 മാസമായിട്ട് കെട്ടിയ. ഇത് എങ്ങനെയുണ്ട് സാധാരണ ഇതിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നത് നമുക്ക് വർഷത്തിൽ 365 ദിവസവും എപ്പോഴും കുരുമുളകാണ്. കുരുമുളക് കിട്ടിക്കോ. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇപ്പം പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഒരു മീൻ വറക്കാനാണെങ്കിലും എന്തിനാണേലും ഒരു കുരുമുളക് എപ്പോഴും വീട്ടുമുറ്റത്തുണ്ട്. ഏത് സമയം 24/7 അതെ, നമുക്ക് കുരുമുളക് കിട്ടും. കുറ്റിക്കുരുമുളക് നമ്മുടെ ഇവിടെ പ്രാബല്യത്തിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും കൂടുതൽ സ്ഥലമില്ലാത്ത ആളുകളും ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനാണ് കുറ്റിക്കുരുമുളക് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ തന്നെ നമ്മളിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അത് സക്സസ് ആണ്. കാരണം ഇതുപോലെ ഒരു 10ഓ 15ഓ ചട്ടിക്കകത്ത് നമുക്ക് ഇതുപോലെ കുരുമുളക് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടുള്ള കുരുമുളക് 365 ദിവസം നമുക്കിതിന് വിളവ് കിട്ടും എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഓരോ പ്രാവശ്യം കായ്കൾ എടുക്കും തോറും പുതിയ പുതിയ തളുപ്പുകൾ വരികയും പുതിയ പുതിയ തിരികൾ വരികയും എപ്പോഴും കുരുമുളക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്, ആർക്കും ചെയ്യാവുന്നതാണ്. വിയറ്റ്നാമിൽ പോയി കുരുമുളക് കൃഷി PVC പൈപ്പിൽ എങ്ങനെ ചെയ്ത് സക്സസ് ആക്കാമെന്ന് ജിനു പൊയ്കയിൽ ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഇപ്പം ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും ചേട്ടൻ അതെല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പം ജിനു ചേട്ടൻ ആദ്യം ഒരു വലിയ താങ്ക്സ്. അതുപോലെ തന്നെ ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ചേട്ടന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി കുറ്റിക്കുരുമുളകാണെങ്കിലും കുരുമുളകാണെങ്കിലും കൃഷി ചെയ്യാൻ PVC പൈപ്പിൽ കൃഷി ചെയ്യാനുള്ള ആളുകൾക്കൊരു പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് നേരിട്ട് വന്ന് ഇവിടെ സന്ദർശിച്ച് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ചേട്ടന്മാരുടെ ഫോൺ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവരുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനെ പറ്റി നമ്മൾ വിശദമായൊരു വീഡിയോ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കയറി കാണുക. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സെയിം നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ചേട്ടാ. താങ്ക് യു. താങ്ക് യു.